ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. വിനോദസഞ്ചാരികളുടെ വൻ തിരക്കിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് 5ാമത് മൂന്നാർ പുഷ്പമേള വിജയകരമായി സമാപിച്ചു. DTPCയുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന മേളയിൽ തദ്ദേശീയരും വിദേശീയരുമായ 10,000-കണക്കിന് സഞ്ചാരികളാണ് പങ്കെടുത്തത്. വിദേശ ഇനങ്ങളായ അസീലിയ ഉൾപ്പെടെ 2000-ലധികം പുതിയ ചെടികളും പുഷ്പങ്ങളും ഇത്തവണ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. പുതുതായി തുറന്ന 90 അടി ഉയരമുള്ള ഗ്ലാസ് വാച്ച് ടവർ മേളയുടെ പ്രധാന ആകർഷണമായി മാറി. വൈകുന്നേരങ്ങളിലെ ലൈറ്റിംഗ്, മ്യൂസിക്കൽ ഫൗണ്ടൻ, വിവിധ കലാപരിപാടികൾ എന്നിവയും മേളയ്ക്ക് മാറ്റുകൂട്ടി. പുഷ്പമേളയോടനുബന്ധിച്ച് മൂന്നാർ ടൗണിലും പരിസരങ്ങളിലും വലിയ തോതിലുള്ള ട്രാഫിക് തിരക്കും അനുഭവപ്പെട്ടു. ഇടുക്കിയിലെ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം വിപുലമായ ട്രെക്കിംഗ്, താമസ സൗകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യ സൗന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്ന് ആരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രെക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ വനയാത്രയിൽ ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനാകും. സഞ്ചാരികൾക്കായി ചൂണ്ടലിൽ ലോഗ് ഹൗസുകളിലും പേത്തൊട്ടിയിൽ അമ്യൂണിറ്റി സെന്ററിലും താമസ സൗകര്യങ്ങൾ വനംവകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വേനൽമഴ ലഭിച്ചതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവെച്ചത്. നിലവിൽ 120 സീറ്റുകളുള്ള ബോട്ടുകളാണ് KTDC സർവീസിനായി ഇറക്കിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വലുപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നത് തടയാനും ഇവ സംസ്കരിക്കുന്നതിനുമുള്ള ചിലവ് കണ്ടെത്താനുമാണ് ഫീസ് ഈടാക്കുന്നത്. പഴയ മൂന്നാർ പോലീസ് സ്റ്റേഷനു സമീപം, പെരിയവരക്കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം ശേഖരിക്കാൻ സഞ്ചികളും നൽകും. മടക്കയാത്രയിൽ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റിൽ കൈമാറാം. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. മധ്യവേനലവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക് തുടരുന്നു. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേരാണ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. അവധിക്കാലം അവസാനിക്കാറായതോടെ മൂന്നാറും വാഗമണ്ണും ഉൾപ്പെടെ ഇടുക്കിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. DTPCയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3.5 ലക്ഷത്തോളം പേരും മെയ് പകുതിയോടെ 2,70,000-ലധികം സഞ്ചാരികളും ജില്ലയിലെത്തി. മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കും പുറമെ അരുവിക്കുഴി, മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, പാഞ്ചാലിമേട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് തുടരുകയാണ്. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശ് ഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വനംവകുപ്പിന് കീഴിലുള്ള മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഈ ജൈവ കാർഷിക പദ്ധതി നടപ്പാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത വിളയായതിനാലാണ് അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകിയത്. കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനും വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.